അതെ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ബാത്റൂമിൻ്റെ കൺസീൽഡിങ് പരിചയപ്പെടാം. അളവും കാര്യങ്ങളും എല്ലാം ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഹൈറ്റ് കുറവാണ്, 7 അടിയുള്ളൂ. അപ്പോൾ മാക്സിമം ഷവർ നമ്മൾ സെറ്റ് ചെയ്തേക്കാണ്. ടോട്ടൽ നമുക്ക് ഈ ബാത്റൂം 225 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. 5 സെൻറ്റിമീറ്റർ നമ്മൾ ടൈൽസ് കണം വിട്ടിട്ട് 1 മീറ്റർ നമ്മൾ ഷവർ ഏരിയക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഷവർ ഏരിയക്ക് വെറ്റ് ഏരിയ എന്നാണ് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ളതെല്ലാം ഡ്രൈ ഏരിയ ആണ്. WC ആണ് അടുത്ത് വെക്കുന്നത്. അതിന് 80 സെൻറ്റിമീറ്ററും വാഷ് ബേസിന് 40 സെൻറ്റിമീറ്ററുമാണ് വെക്കുന്നത്. ഇനിയുള്ളത് വാഷ് ബേസിൻ, ഹെൽത്ത് ഫോസറ്റ്, കണക്ഷൻ പൈപ്പ്, ഡൈവർട്ടർ, സ്പൗട്ട്. ഡൈവർട്ടർ വെച്ചിരിക്കുന്നത് 125, സ്പൗട്ട് 90. നമ്മൾ ഹീറ്റർ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഹൈറ്റ് കുറവായതുകൊണ്ട് ചെറിയ ഹീറ്ററാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്തിട്ടുള്ള പോർഷൻ ആണ് കാണുന്നത്. കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്ക് ഡൈവർട്ടർ സെറ്റ് ചെയ്യാം. ഡൈവർട്ടർ സൊമാനിയുടെ ആണ് കേട്ടോ. അതിനകത്ത് തന്നെ സ്പിരിറ്റ് ലെവൽ ഉള്ളതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കിനി അതിൻ്റെ MT ഒക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ഇനി എല്ലാം കൂടി അങ്ങോട്ട് സെറ്റ് ചെയ്യാം. കൊടുത്തത് ചാകാൻ പോകുന്നവനുള്ള ഭേദമാണെന്ന് കരുതിയോ? ഗുരുവാനടാ ഞാൻ, അവന്റെയും നിന്റെയും. ഇതാണ് നമ്മുടെ വർക്കിന്റെ റിസൾട്ട് കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ ബാത്റൂം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഡ്രൈ ഏരിയ ആയിട്ടും വെറ്റ് ഏരിയ ആയിട്ടും തിരിക്കാൻ ഉദ്ദേശിച്ച അതേപോലെ തന്നെ സൂപ്പറായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒമാനിയുടെ ഡൈവേർട്ടർ ആദ്യമായിട്ടാണ് സെറ്റ് ചെയ്തത്. നല്ല കിഡുമാണ്, കാണാൻ നല്ല ഗുമ്മുണ്ട് കേട്ടോ. ബാത്റൂമിന് ഹൈറ്റ് മാത്രമാണ് ഒരല്പം കുറവുണ്ടായത്. അതിനും പരിഹാരം ഉണ്ടായി. വെറ്റ് ഏരിയയിൽ ഒരല്പം ഒരു 2 ഇഞ്ച് താഴ്ചയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു 6 അടി 6.5 അടി ഹൈറ്റ് ഉള്ള ആൾക്ക് പോലും നല്ലതുപോലെ നിന്ന് കുളിക്കാൻ പറ്റും. പ്രഷറിന്റെ കാര്യത്തിലൊന്നും ഒരു ടെൻഷനും വേണ്ട. നല്ല വൃത്തിക്ക് തന്നെ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയുമായിട്ട് തിരിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രായമുള്ളവർക്ക് ബാത്റൂമിൽ പോകുമ്പോൾ തെന്നി വീഴുന്ന പ്രശ്നമോ അല്ലെങ്കിൽ ടോയ്ലറ്റിന്റെ ഭാഗം എപ്പോഴും നനഞ്ഞു കിടക്കുന്ന ഒരു വിഷയമോ അങ്ങനെ ഒന്നും ഇവിടെ ഉണ്ടാകത്തില്ല ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയിൽ. പിന്നെ നമുക്ക് ടവൽ റാഡ്, സോപ്പ് ഡിഷ് ഒക്കെ ധൈര്യത്തിൽ പിടിപ്പിക്കാം. കാരണം പൈപ്പ് പാസ് ചെയ്ത് പോയേക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായ ഒരു മാനം ഉണ്ടാവും. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. അറിയുന്നവൻ ചെയ്തില്ലെങ്കിൽ വീട്ടിനുള്ളിൽ വെള്ളം കയറുന്ന മഹാസാഗരം. നനഞ്ഞിട്ടുണ്ട് ഒരുപാട്. 10ാം ക്ലാസ് തോറ്റു നിന്ന മോനെ കണ്ടപ്പോ അച്ഛനൊരാഗ്രഹം, എന്തിനാ പ്ലംബിംഗ് പഠിക്കാൻ വിടാൻ. നേരെ ചെന്ന് കയറി കൊടുത്തത് ഒരു സിംഹത്തിന്റെ മടയിൽ, ഉസ്താദ് ഉത്തമൻ മേശ്ശേരി.